ക്രിസ്തുവിൽ വാത്സല്യമുള്ള വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ പ്രധാനമായിട്ട് ഒരു സമരിയാക്കാരൻ്റെ 5 പ്രവൃത്തികളെ കുറിച്ച് നാം വായിച്ചു കേൾക്കുകയുണ്ടായി. സമരിയാക്കാരൻ വീണുകിടന്ന മനുഷ്യനെ കാണുന്നു, അവൻ്റെ അടുത്ത് ചെല്ലുന്നു, അവൻ്റെ മുറിവുകൾ വച്ചു കെട്ടുന്നു, അവനെ പരിചരിക്കുന്നു. അവൻ്റെ മനസ്സിൽ ആ വീണുകിടന്ന മനുഷ്യൻ്റെ കണ്ടപ്പോൾ മനസ്സ് അലിഞ്ഞു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് നമുക്കറിയാം, നാം ജീവിക്കുന്ന നമ്മുടെ ഈ ലോകം കരുണയുടെ കണിശക പോലും ഇല്ലാതെ, കരുണയുടെ നീരുറവ വറ്റി ക്രൂരതയുടെ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കരുണയുടെ ഉറവ പറ്റിയ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും എപ്പോഴാണോ കരുണ നഷ്ടപ്പെട്ടത്, അപ്പോഴൊക്കെ അവന് ദൈവത്തിൻ്റെ മുഖം നഷ്ടമായി. അവൻ്റെ ഉള്ളിൽ സഹോദരനോടുള്ള അസൂയയും സഹോദരനുള്ള വിദ്വേഷവും സഹോദരനോടുള്ള വെറുപ്പും കൂടുകൂട്ടി അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയുമൊക്കെ ദൈവത്തെ പോലെ ആകുവാനായിട്ടുള്ള അവരുടെ അതിയായ ആഗ്രഹം മൂലമാണ് ദൈവത്തിൽ നിന്നും അകന്ന് അവരിലേക്ക് തന്നെ അവർ ഇറങ്ങി ചെല്ലുകയും ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നത്. എപ്പോഴാണ് മനുഷ്യൻ താനും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുവോ, അവിടെ പാപം കടന്നു വരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭിവേദ്യമായ ബന്ധം എപ്പോഴൊക്കെ ഉണ്ടായിരുന്നോ, അപ്പോഴൊക്കെ പറുദീസ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമായി മാറി. എന്നാൽ ആ പറുദീസയിൽ ദൈവവും മനുഷ്യനും സമ്പാദിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ അവിടെ സമാധാനവും ശാന്തതയുമായിരുന്നു. എന്നാൽ ദൈവത്തെ പോലെ ആകുവാനായിട്ടുള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹം അവനെ ദൈവത്തിൽ നിന്നും അകറ്റുകയുണ്ടായി. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ഓരോ ദിവസവും കഴിയും തോറും പാപത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായി ഈ ഭൂമിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത്. സഹോദരൻ സഹോദരനെ കൊല ചെയ്യുന്ന ആദ്യത്തെ കൊലപാതകം. ഇന്ന് നാം പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റുള്ള മീഡിയകളിലുമൊക്കെ നോക്കുമ്പോൾ എല്ലായിടത്തും ചോരക്കറയും ഭയവും ഉളവാക്കുന്ന വാർത്തകളാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? ഈ തപസ് കാലത്ത് കർത്താവ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ടുവന്നിരിക്കുന്നുവെങ്കിൽ, ഈ വചനം ശ്രവിക്കുന്ന പല സ്ഥലങ്ങളിലുമായിരിക്കുന്ന സഹോദരങ്ങൾ ഇന്ന് ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നതിൻ്റെ പദ്ധതിയാണ്. നിന്റെ പാപങ്ങൾ എത്ര തന്നെ കഠിനമായാലും, നിന്റെ ഹൃദയം എത്ര തന്നെ കട്ടിയുള്ളതായാലും, നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. നിന്റെ ഹൃദയത്തെ ഞാൻ മാംസളമാക്കും. നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ കരുണ വർഷിക്കും. എൻ്റെ കരുണ എന്നിൽ നിന്ന് നീ പഠിക്കുക. കർത്താവ് സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പറയുന്നു, പലതും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നിൽ നിന്നും പഠിക്കുക എന്നത്. കർത്താവ് എന്നിൽ നിന്നും പഠിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെയാണ് ആ കരുണ. കർത്താവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു കരുണയുടെ നിറകുടമാണ്. അവിടുന്ന് കരുണയാണ്. അവിടുത്തെ അടുക്കലേക്ക് വരുന്നവർക്ക് മാത്രമേ കരുണ എന്താണെന്ന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്നും അകന്നു പോകുന്ന ഓരോ മനുഷ്യനും ഓരോ ദിവസവും അവൻ്റെ ഹൃദയം കാഠിന്യമുള്ളതാക്കി മാറ്റുന്നു. അവൻ്റെ ഹൃദയം കട്ടിയുള്ളതാക്കി മാറ്റുന്നു. അവന് ദൈവത്തിൻ്റെ മൃദുലതയോ ദൈവത്തിൻ്റെ ശാന്തതയോ അവന് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ വയലൻസ് കടന്നു വരുന്നത്. നമ്മൾ വയലൻസ്, അക്രമം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനം സന്ദർശിക്കുവാനായിട്ട് ചെന്നപ്പോൾ അവിടെ 2 കുട്ടികളുണ്ട്, മൂത്ത മകനും ഇളയ മകനും. അവൻ്റെ അച്ഛൻ ആ മൂത്ത മകനോട് പറഞ്ഞു, അടുത്ത് പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചില്ല വെട്ടിക്കളയണമായിരുന്നു. അപ്പോൾ ആ പിതാവ് മൂത്ത മകനോട് പറഞ്ഞു, നീ പോയി വെട്ടുന്ന കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അനുസരണയോടുകൂടി ഈ മകൻ വീടിൻ്റെ ഉള്ളിൽ പോയി ആ കത്തിയുമായിട്ട് വരുന്നത് കണ്ടിട്ട് വെറും 10 വയസ്സുള്ള അനുജൻ പറഞ്ഞത് ഇതാണ്, ഇതാ മാർക്കോ കടന്നു വരുന്നെന്ന്. എന്തു തോന്നുന്നു? മാർക്കോ കടന്നു വരുന്നെന്ന് അല്ലേ? മാർക്കോ, അതായത് ആ കുട്ടി, 10 വയസ്സുള്ള കുട്ടിക്ക് അറിയാം ആരാണ് മാർക്കോ എന്ന്. അവന്റെ കയ്യിൽ ചോരയുടെ നിറമാണ്, അവന്റെ കയ്യിൽ കത്തിയാണ്. സ്വന്തം സഹോദരനെ കണ്ടിട്ട് അവൻ അറിയാതെ പറഞ്ഞു പോയി, ഇതാ മാർക്കോ കടന്നു വരുന്നുവെന്ന്. കാരണം അവന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയാണ്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ട്, കഴിയുന്നതും കാണാതിരിക്കുക. അപ്പോൾ ഇതിൽ ഓരോ ദിവസവും ഈ വയലൻസ് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇന്ന് നാം ജീവിക്കുന്നത്, നാം കാണുന്നത് ഒരു മാർക്കോയെ കുറിച്ചാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം എഴുതിയ, സുവിശേഷം എഴുതിയ വിശുദ്ധ മാർക്കോയെ, വിശുദ്ധ മാർക്കോസ് ലീഗായെ നാം ഓർക്കാറില്ല. ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന, യേശുവിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന വിശുദ്ധ മാർക്കോയെ നമുക്ക് ആർക്കും പലപ്പോഴും അറിയത്തില്ല. ഈ കൊച്ചുകുട്ടിക്ക് പോലും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല. കാരണം അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കോ കയ്യിൽ കത്തിയുമായി ചോര പുരട്ടി നടക്കുന്ന ഒരു മാർക്കോയാണ്. എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ആഗോളം, ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെയധികം എഴുതിയ, ദൈവസ്നേഹത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, സുവിശേഷം എഴുതിയ വിശുദ്ധ മാർക്കോയെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എപ്പോഴാണോ നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നത്, അപ്പോഴൊക്കെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എപ്പോഴാണോ നാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, ആ സമയത്തൊക്കെ നമ്മളിൽ വയലൻസ്, അക്രമാസക്തി കടന്നു വരുന്നു. അതുതന്നെയാണ് പഴയ നിയമത്തിലും സംഭവിച്ചത്. കായേന് ആബേലിനോട് സ്നേഹമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ കായേന്റെ ബലിയിൽ കർത്താവ് പ്രീതനാകാത്തത് കൊണ്ടും ആബേലിന്റെ ബലിയിൽ കർത്താവ് പ്രീതനായതുകൊണ്ടും അവനോട് അസൂയ തോന്നിയ കായേൻ അവനെയും കൊണ്ട് വയലിലേക്ക് പോവുകയാണ്. കുഞ്ഞാടിന്റെ സ്നേഹത്തോടുകൂടെ ഒന്നും അറിയാത്ത ആബേല് ചേട്ടൻ വിളിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി ചേട്ടൻ്റെ കൂടെ വയലിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ നടക്കുന്നത് വലിയ കൊലപാതകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ കരുണയുടെ കണികകൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും നമ്മൾക്ക് നഷ്ടമാകുന്നത്, അപ്പോഴൊക്കെ നമ്മളെല്ലാം വയലൻ്റായിട്ട് മാറുകയും മനുഷ്യരായവർ മൃഗങ്ങളായിട്ട് മാറുക തന്നെ ചെയ്യും. വയലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചോര മാത്രമല്ല. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരുമൊക്കെ പറഞ്ഞെന്നിരിക്കും, അച്ഛൻ ഞങ്ങൾ ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരുടെ നേർക്കും ഞങ്ങൾ കൈ ഓങ്ങിയിട്ടില്ല, ആരെയും ഞങ്ങൾ കത്തി കാണിച്ച് പേടിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവിടെ തീരുന്നില്ല നമ്മുടെ വയലൻസ്. നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇന്ന് ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അവരുടെ വാക്കുകൾ മൂലം തൻ്റെ അയൽവാസിയെ, തൻ്റെ സഹോദരനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വയലൻസ് കടന്നു വന്നിട്ടുണ്ട് എന്നതിന് സംശയവുമില്ല.